ജീവിതത്തിലേക്ക് വിളിച്ചു. തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കുവാനും വിശ്വാസികളെ ബഹിഷ്കരിക്കുവാനുമായി അധികാരം കൊടുത്തു. ക്രിസ്തുത എന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോ മിശിഹയാകുന്ന മൂലക്കല്ലിൽ 12 ശ്ലീഹന്മാരാകുന്ന അടിത്തറമേൽ അപ്പോസ്തലന്മാരെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്ന് വലിയ 4 നെടുംതൂണുകളാൽ പണിതുയർത്തപ്പെട്ട തിരുസഭ. ഈ തിരുസഭയിൽ ഓരോ അംഗവും ആയിരിക്കുമ്പോഴും യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കണം. ഈശോ സ്നേഹമാണ്. ആ സ്നേഹം നമ്മളിൽ നിറയണം. ഞാൻ എന്നെ തന്നെ അംഗീകരിക്കണം, മറ്റുള്ളവരെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കണം. ക്രിസ്തുവിനോട് സമ്പൂർണ്ണമായ ഹൃദയൈക്യത്തിൽ ജീവിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ മേൽ വന്ന് നിറയും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിലേക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ ഗുരുവായ ഇഗ്നാഷ്യസ് ലോയോളയെ കാണുവാൻ ചെന്നു. ഭാഷ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നിന്നെ നിറഞ്ഞു നിൽക്കുന്ന ദൈവീയമായ സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഫ്രാൻസിസ് സേവ്യർ ഭാരതത്തിൽ വന്നു. അദ്ദേഹത്തിന് ഭാഷ അറിയില്ല. അദ്ദേഹം പ്രസംഗിക്കാതെ തന്നെ അദ്ദേഹത്തിനുള്ള ചൈതന്യം, ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടേയിരുന്നു. അനേകരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷം പകരുവാൻ ഫ്രാൻസിസ് സേവ്യറിന് സാധിച്ചു. വാക്കുകൊണ്ട് സംസാരിക്കാതെ പ്രസംഗിച്ച് ഭാരതത്തിൽ കൂടെ കടന്നുപോയ വിശുദ്ധനായ വ്യക്തിയാണ് ഫ്രാൻസിസ് സേവ്യർ. മദർ തെരേസയും പ്രവചനം പ്രസംഗിക്കുകയല്ല ചെയ്തത്, മരണാസന്നരായ വ്യക്തികളിൽ സ്നേഹം നിറയ്ക്കുവാനും അവർ പുഞ്ചിരിയോടുകൂടി അവസ്ഥ കടന്നു പോകുവാനും മദർ തെരേസയെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. മരണാസന്നരെന്ന് പറയുമ്പോൾ വളരെയേറെ ക്ലേശപൂർണമായ ഒരു അവസ്ഥയിലാണ്. കാരണം അവരെയൊക്കെ ലഭിച്ചത് തെരുവിൽ നിന്നാണ്. അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ എപ്പോഴും അവരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. മരണാസമയത്ത് മരണാസന്നരായിരിക്കുന്ന വ്യക്തികളിൽ പുഞ്ചിരി വിരിയിച്ചുകൊണ്ടാണ് മദർ തെരേസ അവരെ യാത്രയാക്കാൻ വേണ്ടി വരിക. പ്രസംഗിക്കാതെ യേശുവിനെ പ്രസംഗിച്ച വ്യക്തികളാണ്. പ്രഘോഷണം മാത്രമല്ല, നമ്മുടെ ജീവിതവും പ്രഘോഷമേ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.